27ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 10 ലക്ഷം രൂപയുടെ പഠനോപകരണം എല്ലാ വർഷവും ചെയ്യുന്ന പരിപാടിയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. മുഹമ്മക്കാരുടെ ഏറ്റവും വലിയ ജനകീയ മഹോത്സവത്തിന് കായ്പുറം സൗഹൃദവേദി വായനശാലയും കായ്പുറം ഗ്രാമവും ഒരുങ്ങുകയാണ്. കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ 27ാമത് വാർഷിക ആഘോഷ പരിപാടികൾ മെയ് മാസം 30, 31, ജൂൺ 1 3 ദിവസങ്ങളിലായി നടക്കുമ്പോൾ ഈ വർഷം സൗഹൃദവേദി വായനശാലയുടെ വാർഷിക ആഘോഷ പരിപാടികൾ ലോകത്തിന് നൽകുന്ന മാതൃകാപരമായൊരു പ്രവർത്തനമാണ്. രഞ്ജിനി എന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ നാമധേയത്തിൽ രഞ്ജിനിയുടെ കുടുംബാംഗങ്ങൾ ഒരു നാടിന് സമർപ്പിക്കുന്ന ജനകീയ മെഡിക്കൽ ലാബിൻ്റെ ഉദ്ഘാടനം. ആ ജനകീയ മെഡിക്കൽ ലാബിൻ്റെ ഉദ്ഘാടനം മെയ് മാസം 31. ആ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ അതിനെല്ലാം മുന്നോടിയായി നടക്കുന്ന സൗഹൃദവേദിയുടെ പ്രവർത്തനങ്ങളുടെ ക്രമീകരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനം ഇന്ന് നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോയാണ് ഞാൻ ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. കാണുക, ഷെയർ ചെയ്യുക, ലോകത്തോട് അഭിമാനത്തോടെ പറയുക, ഞങ്ങൾ മുഹമ്മക്കാർ കായ്പുറംകാരുടെ ജീവനാഡിയുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്ന സൗഹൃദവേദി വായനശാലയുടെ 27ാമത് വാർഷിക ആഘോഷ പരിപാടികളിലേക്ക്, നാടൊന്നിക്കുന്ന മഹോത്സവത്തിലേക്ക് നമുക്കൊന്നിക്കാം. ഇത് മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ സ്വപ്നങ്ങളുടെ ആ മഹോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുമ്പോൾ വരിക, മറക്കരുത്. മെയ് മാസം 30, 31, ജൂൺ 1 തീയതികളിലായി കായ്പുറത്ത് സൗഹൃദവേദി വായനശാലയുടെ 27ാമത് വാർഷികത്തിലേക്ക്. എൻ്റെ 27ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 10 ലക്ഷം രൂപയുടെ പഠനോപകരണം എല്ലാ വർഷവും ചെയ്യുന്ന പരിപാടിയാണ്. അതുപോലെ ചികിത്സാ ധനസഹായ വിതരണം, എല്ലാ 2-3 പഞ്ചായത്തുകളിലെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ്, അതുപോലെ തന്നെ വെറുതെ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് മക്കൾക്ക് സൈക്കിൾ വിതരണം, ഇതൊക്കെ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു കുറേ നാളുകളായി വായനശാലയിൽ ഒരു ആലോചന ഉണ്ടായിരുന്നു. പാവപ്പെട്ട രോഗികൾക്ക് സഹായം നൽകുന്ന രീതിയിൽ ലാഭ സൗജന്യങ്ങളൊക്കെ ഒരു 50% അടക്കാൻ ലാഭ സേവനങ്ങൾ കിട്ടുന്നതിന് രീതിയിൽ ഒരു ജനകീയ എൻ്റെ ഭാര്യ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വായനശാലയിൽ 27 വർഷമായിട്ട് വായനശാല പ്രസിഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഒരു ലാബാണ്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്.
ലാബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻ്റെ ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിലെ അധികാരിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലൊരു സാംസ്കാരിക നിലയത്തിൻ്റെ കീഴിൽ വായനശാല ഗ്രന്ഥശാലയുടെ കീഴിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്ന ലാബായിട്ടാണ് അതെന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോക നിലവാരമുള്ള മെഷീൻ ഉണ്ടാകും. ഫുള്ളി ഓട്ടോമാറ്റുള്ള മെഷീനാണ് ലാബിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദഗ്ധരായ ടെക്നീഷ്യൻ 10-15 വർഷമായി പ്രമുഖമായ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടെക്നീഷ്യന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലാബിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ലാബ് സേവനങ്ങളെല്ലാം തന്നെ 40% മുതൽ 50% വരെ പാവപ്പെട്ട ആൾക്കാർക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തീരെ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് പൂർണ്ണമായും സൗജന്യ നിരക്കിൽ ലാബ് സേവനങ്ങൾ നൽകണമെന്നാണ് തീരുമാനിച്ചത്. അതുകൂടാതെ തന്നെ വായനശാലയോടനുബന്ധിച്ച് നിലവിൽ പാലിയേറ്റീവിൻ്റെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ വായനശാല പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തായിട്ട് നേരത്തെ മുതൽ 2000 മുതൽ ഇങ്ങോട്ട് വായനശാല പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങളുടെ വായനശാല എന്നും മുൻതൂക്കം നൽകിയിട്ടുള്ളത്. എല്ലാ വാർഷികത്തിനും ഞങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി 10 ലക്ഷം രൂപയുടെ പഠനോപകരണം എല്ലാ വർഷവും വായനശാലയുടെ വാർഷികത്തിൽ ചെയ്യാറുണ്ട്. ഞങ്ങളൊരു സ്ഥലത്ത് ഒരിക്കൽ പോലും കലാപരിപാടി നടത്തി പൈസ ഇളകി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. എല്ലാ നിർദ്ധനരായ രോഗികൾക്കും ചികിത്സാധന സഹായം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് എല്ലാ വർഷവും ചെയ്യാറുള്ളത്. ഒരു ആധുനികമായ ഒരു ലാബ് ഏകദേശം 30 ലക്ഷം രൂപയുടെ വില വരുന്ന കെട്ടിടം സ്ഥലം കൂടാതെ കെട്ടിടത്തിനും ലാബിൻ്റെ നിശ്ചിതമായി മുടക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഒരു പകുതി പൈസ മാത്രം ഈടാക്കി ചെയ്യാനാണ് ഞങ്ങളുടെ വായനശാലയുടെ ആൾക്കാർ തീരുമാനിച്ചത്. ഈ വർഷത്തെ പരിപാടികൾ ഈ മാസം മെയ് 30, 31, ജൂൺ 1 തീയതികളിലായി വായനശാലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ 1000 കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണം, ഏകദേശം 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സൗജന്യ പഠനോപകരണം, അതുപോലെ തന്നെ നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാധന സഹായ വിതരണം, കിടപ്പ് രോഗികളായിട്ടുള്ള മാതാപിതാക്കളുള്ള കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം, മുഹമ്മയിലും സമീപ പഞ്ചായത്തുകളിലുള്ള കുട്ടികൾക്ക് SSLC പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫി, ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പിന്നെ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജനകീയ ലാബ്, ഒരു നീതി ലാബ്, അതായത് മറ്റുള്ള ലാബുകളിനേക്കാൾ പരിശോധനയ്ക്ക് നല്ലൊരു കാര്യമായ രീതിയിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്ന രീതിയിൽ ഒരു ലാബിൻ്റെ പ്രവർത്തനം ഇത്തവണ നമ്മൾ ആരംഭിക്കുകയാണ്. അത് മെയ് മാസം 31 തീയതി ബഹുമാന്യനായ മുൻ ആരോഗ്യമന്ത്രി ശ്രീ VM സുധീരൻ അവറുകളാണ് ഈ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലഹരി വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ലാബിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ VM സുധീരനും ഡേവിഡ് ചിറമേലച്ചൻ മുഖ്യ പ്രഭാഷണവും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അവസാന ദിവസമായി ജൂൺ 1 തീയതി എല്ലാ വർഷത്തെയും പോലെ സാംസ്കാരിക സംഘങ്ങൾ എല്ലാ ലാഭ പരിശോധനകൾക്കും 30% മുതൽ 40% മുതൽ 50% വരെ എല്ലാ ലാഭ പരിശോധനകൾക്കും സൗജന്യ നിരക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായി നോക്കാൻ ആളുകളില്ലാത്ത കിടപ്പ് രോഗികളായ ആൾക്കാർക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കേരളത്തിൽ തന്നെ ഈ സാംസ്കാരിക മേഖല ഭാഷണം നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ വ്യവസായ പ്രമുഖനായ അർജുൻ മഹാദേവൻ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവിധ രംഗങ്ങളിലുള്ള വ്യവസായ രംഗങ്ങളായ സാംസ്കാരികങ്ങളുടെ എല്ലാ വിവിധ മേഖലയിലുള്ള ആൾക്കാരൊക്കെ പഞ്ചായത്ത് ദിവസത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഉമ്മറാവിനും മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തനം KV ജയറാമൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന വിവിധ സമ്മേളനങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വായനശാല തുടക്കകാലം മുതൽ ഞങ്ങളങ്ങനെ 10-23 വർഷമായിട്ട് വായനശാല പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും നടത്താറില്ല. എപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ മുൻതൂക്കം നൽകാറുള്ളത്. ഇത്തവണ അതുപോലെ തന്നെ വ്യാപകമായ പണത്തിലുള്ള കാര്യങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ എപ്പോഴും പരിപാടി സംഘടിപ്പിക്കാറുള്ളത്. എല്ലാ വർഷവും ഈ പ്രവർത്തനങ്ങളൊക്കെ Oh
സൗഹൃദവേദി വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു ഗ്രാമം നന്ദിയോട് സ്മരിക്കുന്നത് സൗഹൃദവേദി വായനശാലയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോൻ, സെക്രട്ടറി ശ്രീ ആർ വിനോദ്, ഖജാൻജി ശ്രീ അജയകുമാർ, അവരോടൊപ്പം നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ കായ്പ്രത്തെ മനസ്സുകൾ ഒരുമയോടെ പങ്കെടുക്കുന്ന മഹോത്സവത്തിന് എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് കാണുക. സൗഹൃദവേദിയുടെ വാർഷികാഘോഷ പരിപാടികളുടെ ആ മനോഹരമായ വീഡിയോകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഷെയർ ചെയ്യുക, കൂടെ കൂടുക. നമുക്ക് ഒത്തുചേർന്ന് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാം.